ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു SNplus. അതാ കുറച്ച് ബീഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേണം ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ ധൃതിയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ ഈ കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് കഴുകി വെച്ചു. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇതൊന്ന് പൊട്ടിച്ച് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഞാൻ തോല് കളഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഗരം മസാല പൊടിച്ചതില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഏലക്ക, ജാതിപത്രി, ഒരു പട്ട, 2-3 കറുകപ്പൂ എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇതാ വെളുത്തുള്ളിയും ഗരം മസാലയും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മൾ ചതച്ച ഉള്ളിയും മസാലയും ഇട്ടുകൊടുത്തു. അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഈ ജാറ് കഴുകാതെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ബീഫ് വേവിക്കുമ്പോൾ അതിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആരൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളെല്ലാം കൂടെ മിക്സാക്കി വെള്ളം ഒഴിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ ഇനി തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് കൊടുത്തു. ഇത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി ഉടഞ്ഞ് വരാൻ സമയമില്ല, തിരക്കിട്ടുണ്ടാക്കില്ല. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ പേസ്റ്റാക്കി വെച്ച മസാലക്കൂട്ട് ഇട്ട് കൊടുത്തു, ഒന്ന് വഴറ്റി കൊടുത്തു. ഈ സമയത്ത് ഇനി കഴുകി വെച്ച ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് ഒന്ന് മൂടി വെക്കണം. ജസ്റ്റ് ഒന്ന് വെള്ളം ഇറങ്ങട്ടെ, ഈ മസാലയൊക്കെ ഒന്ന് ബീഫിലേക്ക് പിടിക്കണം. ഇതല്ലാതെ തിരക്കിട്ടുണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ആ വെള്ളം ഇറങ്ങണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എല്ലാ സമയമൊന്നും വേണ്ട കേട്ടോ, വേഗം വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ അത് വെള്ളം ഇറങ്ങിയിട്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നേരത്തെ ജാറിൽ ആക്കി വെച്ചില്ലേ, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. തക്കാളിയൊക്കെ വേവാതെ കിടക്കുന്നുണ്ട്. ഇത് വേവുമ്പോൾ ഒന്ന് ഉടഞ്ഞോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലി അരിഞ്ഞത്, കരിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് ചീന്തിയതെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് ഇളയ പോത്താണ് കേട്ടോ, അതുകൊണ്ട് വല്ലാതെ വേവ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. അത് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഇതാ വെന്ത് അതിലെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇതാണ് സ്പീഡ് മെയ്ഡ് ബീഫ് കറി കേട്ടോ. അപ്പോൾ ഇനിതാ ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇറച്ചിയൊന്നും കൂട്ടി കഴിക്കാൻ സമയമില്ല, കുറച്ചതിനെ നീരെടുത്ത് വേഗം കഴിച്ചിട്ട് പോകണം. സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഗരം മസാല ഇല്ലല്ലോ, പിന്നെ ഫുള്ള് തക്കാളിയൊക്കെ വാടാൻ വെയിറ്റ് ചെയ്തില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. ചിലപ്പോൾ ഇങ്ങനെ തിരക്കിട്ടുണ്ടാക്കുമ്പോൾ ആ കറി നല്ല ടേസ്റ്റായി കിട്ടാറുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചാറെടുത്തു, അതിലേക്ക് കാന്താരി ഉപ്പിലിട്ടതെടുത്ത് ഇനി വേഗം ചോറ് കഴിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം.